ഹലോ ഓൾ, നാളെ JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോടാണ്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാമാണ് നിങ്ങൾ അപ്പിയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഏകദേശം ഒരു 1.8 ലാക്ക് കുട്ടികളാണ് ആക്ച്വലി എക്സാം അപ്പിയർ ചെയ്യാറുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്ന കോളേജുകൾ IITസിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് ഈ പറയുന്ന അഡ്വാൻസ്ഡ് എക്സാമിലൂടെയാണ്. അപ്പോൾ JEE അഡ്വാൻസ്ഡ് എക്സാം എന്ന് പറയുന്നത് ടഫ് എക്സാം ആകുമ്പോഴും എപ്പോഴും അതിനെ അപ്രോച്ച് ചെയ്യുന്ന കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റും അവരുടെ ഒരു കോൺഫിഡൻസും തന്നെയാണ് ശരിക്കും ആ എക്സാമിന് നമുക്ക് വേണ്ടത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അഡ്വാൻസ്ഡ് എക്സാമിൽ നമ്മൾ ചിലപ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവാം, മോക്ക് എക്സാമിനേഷൻസ് എഴുതിയിട്ടുണ്ടാവാം, PYQs കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻ്റ് ആവാം. പക്ഷെ എന്നാൽ പോലും ആ ഒരു ദിവസത്തെ ഒരു ഗെയിം ഓഫ് കോൺഫിഡൻസ് തന്നെയാണ് ശരിക്കും അഡ്വാൻസ്ഡ് എക്സാം എന്ന് പറയുന്നത്. കാരണം പല ക്വസ്റ്റ്യൻസ് നമ്മളെ ബുദ്ധിമുട്ടിക്കും, ചിലപ്പോൾ ട്വിസ്റ്റ് ചെയ്യിക്കും, അങ്ങനെ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വന്നേക്കാം. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ടൈം മാനേജ് ചെയ്ത് വളരെ സ്മാർട്ടായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം മാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരുപാട് മൈൻഡ് സെറ്റ്, നമ്മുടെ സ്ട്രാറ്റജി അവിടെ മാറ്റർ ചെയ്യുന്നുണ്ട്, നമ്മുടെ മൈൻഡ് സെറ്റ് അവിടെ മാറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കോൺഫിഡൻസും. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഫൈനൽ മെസ്സേജ് പോലെ അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫൈനൽ ടിപ്സ് ആണ് എനിക്ക് പറയാനുള്ളത്. നാളത്തെ നിങ്ങളുടെ 2 പേപ്പറുകളും, പേപ്പർ 1ഉം പേപ്പർ 2 എഴുതുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അഡ്വാൻസ്ഡ് എക്സാം എഴുതുന്ന സമയത്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ള 1-2 കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അതിലൊന്ന് നമ്മുടെ ക്വസ്റ്റ്യൻസ് ലോങ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറുടെ സ്ക്രീനിൽ നോക്കിയിട്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, അപ്പോൾ അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഒരുപാട് വായിക്കണം. വലിയ ചോദ്യങ്ങൾ വരും, വലിയ പാരഗ്രാഫുകൾ വന്നേക്കാം. അപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിത് വായിച്ച് പകുതി എത്തുമ്പം ചിലപ്പോൾ ആദ്യത്തെ 2 സെൻറ്റൻസ് മറന്നു പോകും. അപ്പോൾ നമ്മൾ വീണ്ടും വായിക്കേണ്ടി വരും. അപ്പോൾ ഈ ലോങ് ക്വസ്റ്റ്യൻസ് വായിച്ചെടുക്കുക, അതിൽ തന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ആ സെൻറ്റൻസസ് ലാംഗ്വേജ് മനസ്സിലാക്കിയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, തീർച്ചയായിട്ടും ഒരു ചിലപ്പോൾ ടഫായിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം, വളരെ ക്വാളിറ്റി ടൈം ഓരോ ക്വസ്റ്റ്യൻ കൊടുക്കാൻ വേണ്ടി കഴിയണം. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ലെങ്ത്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊണ്ട് തന്നെ വേണം നമ്മൾ വായിക്കാൻ. അതുപോലെ തന്നെ പലപ്പോഴും ലോങ് ചോദ്യമാണെങ്കിൽ പോലും ആൻസേഴ്സ് പലപ്പോഴും എന്താണ് സിമ്പിളായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ സൊല്യൂഷൻസ് സിമ്പിളായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ വായിക്കുന്ന സമയത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിക്കണം. ഓരോ സെൻറ്റൻസും വായിക്കുമ്പം അതിലുള്ള കീ ഇൻഫർമേഷൻസ് നമ്മുടെ റഫ് പേപ്പറിലേക്ക് എടുത്ത് എഴുതണം. എന്നിട്ട് മാക്സിമം റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റൗണ്ടിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാം, വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ പ്രശ്നം ലെങ്തി കാൽക്കുലേഷൻസ് ആണ്. എന്ന് വെച്ചാൽ മാത്സിലും അതുപോലെ ഈവൻ ഫിസിക്സിലടക്കം ചില ക്വസ്റ്റ്യൻസിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്താലും തീരില്ല. അത് ഒരു പോയിന്റ് കഴിഞ്ഞാൽ കുട്ടികളെ ഡിസപ്പോയിന്റ് ചെയ്യാൻ തുടങ്ങും. ഇതെന്താണ് ആൻസറിലേക്ക് എത്താത്തത്, അല്ലെങ്കിൽ ഞാൻ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും തെറ്റ് പറ്റിയോ, അങ്ങനെയൊക്കെ സംശയങ്ങൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തുടങ്ങിയ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാൽക്കുലേഷൻ ലെങ്തി ആണെങ്കിലും സമാധാനമായിട്ട് അത് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. കാരണം ഒരു ക്വസ്റ്റ്യൻ്റെ മേലെ നിങ്ങൾ ചിലപ്പോൾ 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. 4 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ അറിയാതെ ഗിവ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി 4 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതെന്ത് ചെയ്യാൻ ശ്രമിക്കുക, കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ ലെങ്തി ആണെങ്കിലും അത് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. കാരണം നമുക്കറിയാം, അഡ്വാൻസ്ഡ് എക്സാമിലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും ഒരു സബ്ജക്റ്റിൽ നിന്ന് 16-17 ചോദ്യമാണ് ഉണ്ടാവുക. അതിൽ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു 50 ചോദ്യങ്ങൾ ഉണ്ടായി, 51 ചോദ്യങ്ങൾ ഉണ്ടാകും. അതിന് 3 മണിക്കൂർ അവൈലബിൾ ആണ്. JEE മെയിൻ പോലെയോ അല്ലെങ്കിൽ കീമ് പോലെയോ അല്ല. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് 3-4 മിനിറ്റ് എന്ത് ചെയ്യാൻ പറ്റും, എടുത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അഡ്വാൻസ് എക്സാമിന്റെ പ്രത്യേകത. ആ സമയം ഓരോ ക്വസ്റ്റ്യനും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ലെങ്തി കാൽക്കുലേഷൻസ് ആണെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടി തന്നെ ശ്രമിക്കുക. അതുപോലെ തന്നെ ട്രിക്കി ആയിട്ടുള്ള, ട്വിസ്റ്റഡ് ആയിട്ടുള്ള, ചിലപ്പോൾ ബൗൺസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നേക്കാം. എന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ സ്കിപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ വന്നേക്കാം. കണ്ടാൽ തന്നെ പേടിയാവുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ അഡ്വാൻസ്ഡ് എക്സാമിന് സ്ഥിരം വരുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഒരു പേപ്പറിൽ 51 ചോദ്യമാണെന്നുണ്ടെങ്കിൽ 51 സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടോപ്പ് 10-ലും ടോപ്പ് 20-ലും അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് അഡ്വാൻസ്ഡ് എക്സാമിൽ ടോപ്പ് 30-ലൊക്കെ എത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. എങ്കിൽ മാത്രമാണ് ഇതെല്ലാം കൂടെ ചെയ്യേണ്ടതുള്ളൂ. നമുക്കൊരു 50%, 60%, ഈവൻ 70% മാർക്ക് അഡ്വാൻസ്ഡ് എക്സാമിലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ല മാർക്കാണ്. അണ്ടർസ്റ്റുഡ്. നല്ല IITകളിൽ അഡ്മിഷൻ കിട്ടാൻ ഒരു 2000-ന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 3000-ന്റെ ഉള്ളിൽ, ഏറ്റവും താഴെ പോയാൽ ഒരു 5000 ഓൾ ഇന്ത്യ റാങ്കിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടോപ്പ് IITസിൽ ഏതെങ്കിലുമൊക്കെ ഒരു ബ്രാഞ്ചിൽ എന്ത് ചെയ്യാൻ പറ്റും, കയറിപ്പറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻസിൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ നമ്മൾ കണ്ടാൽ തന്നെ പേടി തോന്നുന്ന ചോദ്യങ്ങൾ വരും. അതിന് എങ്ങനെ കൃത്യമായിട്ട് നമ്മൾ എക്സാം എഴുതണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിലേക്ക് എനിക്ക് പറയാനുള്ളത്, എല്ലാ സബ്ജക്റ്റിലും എല്ലാ പേപ്പറിലും നമ്മൾ ഈ സബ്ജക്റ്റിലെ 16-17 ചോദ്യം എടുത്താൽ അതിൽ 6 മുതൽ 8 വരെ ചോദ്യങ്ങൾ പലപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഈവൺ അതിൻ്റെ ലാംഗ്വേജ് ട്രിക്കി ആണെങ്കിൽ പോലും ചെയ്യാൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഓരോ എക്സാമിലെയും പേപ്പർ 1-ലും പേപ്പർ 2-ലും ഈച്ച് സബ്ജക്റ്റിൽ ഒരു 6-7 ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കണ്ടെത്തി ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. അതിനുവേണ്ടി എപ്പോഴും നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത്, നാളെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോടാണ്, നിങ്ങൾ മുഴുവനായിട്ട്, അതായത് ഫിസിക്സിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ കെമിസ്ട്രിയിൽ 1 മണിക്കൂർ, അങ്ങനെയല്ല.
പകരം ആദ്യം ഒരു സബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു 6 ക്വസ്റ്റ്യനോ 7 ക്വസ്റ്റ്യനോ മാത്രം ചെയ്യാം. ഫിസിക്സിലെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പെട്ടെന്ന് നോക്കിയാൽ ചെയ്യാൻ കിട്ടുന്ന ഒരു 6-7 ചോദ്യങ്ങൾ കണ്ടെത്തിയിട്ട് ചെയ്യുക. പിന്നെ കെമിസ്ട്രിയിൽ പോയിട്ട് ഒരു 6-7 ചെയ്യുക. പിന്നെ മാത്സിൽ പോയിട്ട് ഒരു 6-7 ചെയ്യുക. എന്നിട്ട് വീണ്ടും ഫിസിക്സിലേക്ക് വരിക, കെമിസ്ട്രിയിലേക്ക് പോവുക, മാത്സിലേക്ക് പോവുക. ഇങ്ങനെ ഒരു 2 റൗണ്ടോ 3 റൗണ്ടോ ഉപയോഗിച്ചിട്ട് വേണം എൻ്റയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങൾ നാവിഗേറ്റ് ചെയ്യാൻ. അതല്ലാതെ മുഴുവനായിട്ട് ഫിസിക്സിൻ്റെ മേലെ ഇരുന്ന് പിന്നെ കംപ്ലീറ്റ് സമയം കെമിസ്ട്രിയുടെ മേലെ ഇരുന്ന് പിന്നെ വീണ്ടും മുഴുവൻ സമയം കണ്ടിന്യൂസ്ലി മാത്സിൻ്റെ മേലെ ഇരിക്കാൻ പാടില്ല. ഒരുപാട് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ലെങ്തി കാൽക്കുലേഷൻസിലും ലെങ്തി ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് പെട്ടുപോയേക്കാം. അത് മാത്രമല്ല, അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, ഓരോ സബ്ജക്റ്റിൻ്റെയും ഒരു ഡിഫിക്കൽട്ടി നമുക്ക് മനസ്സിലാകും. ഫിസിക്സ് മൊത്തത്തിൽ ടഫാണോ, കെമിസ്ട്രി മൊത്തത്തിൽ ടഫാണോ, അല്ലെങ്കിൽ മാത്സ് ഈസി ആണോ, ഈ കാര്യം മനസ്സിലാക്കാനും ഈ ഷിഫ്റ്റിംഗ് എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്ന് മാത്രമല്ല, നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഫിസിക്സിൽ മാത്രം സ്റ്റക്കായാൽ അതിലെ ടഫ് ക്വസ്റ്റ്യൻസ് കണ്ട് നമ്മൾ ആകെ ഡിസപ്പോയിൻറ്റഡ് ആകും. നേരെ മറിച്ച് കുറച്ച് കെമിസ്ട്രിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ മാത്സിൽ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ മാർക്ക് സ്കോർ ചെയ്യാം. അങ്ങനെ 6 ക്വസ്റ്റ്യൻസോ 7 ക്വസ്റ്റ്യൻസോ വീതം ആദ്യം ഓരോ സബ്ജക്റ്റിൽ നിന്ന് ചെയ്യാം. എന്നിട്ട് റൗണ്ട് 2ലേക്ക് വരാം. സമയമുണ്ടെങ്കിൽ റൗണ്ട് 3ലേക്ക് വരാം. ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യാറുള്ളത്, യൂസ് ചെയ്യാറുള്ളത്. ഇനി എന്തെങ്കിലും പാനിക് ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായി, നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല, അങ്ങനെ നിങ്ങൾ ആകെ പാനിക്കായി, പഠിച്ചതൊന്നും ഓർമ്മ വരുന്നില്ല, അങ്ങനെ ആകെ ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു 15 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് ബ്രേക്ക് എടുക്കുക. ഒന്ന് കണ്ണടച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് ബാക്കിലോട്ടൊന്ന് ചാരി ഇരുന്നിട്ട് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് കൗണ്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഒരു 15 മുതൽ 0 വരെ നിങ്ങളൊന്ന് സമാധാനമായിട്ട് കൗണ്ട് ഡൗൺ ചെയ്യുക, പ്രോപ്പറായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ടെൻഷൻ അടിച്ചിട്ട് സ്ട്രെസ് കൂടിയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സാം ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് ഒരു 15-20 സെക്കൻഡ് ഒന്ന് കണ്ണടച്ച് ഒന്ന് റിലാക്സ് ചെയ്യുക. അണ്ടർസ്റ്റുഡ്? ഒരു 15 മുതൽ 0 വരെ 15, 14, 13, 12 എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്ട്രെസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും എക്സാമിൻ്റെ മൈൻഡ് സെറ്റിലേക്ക് എത്താൻ സാധിക്കും. ആ ഒരു കാര്യം ആലോചിക്കുക. എന്ത് വേണമെങ്കിലും സംഭവിക്കാം, നമ്മൾ പേടിച്ച് പോകും, നമ്മുടെ ആൻസേഴ്സ് തെറ്റാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പം അതൊക്കെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. അണ്ടർസ്റ്റുഡ്? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു 15-20 സെക്കൻഡ് ഒന്ന് പോസ് ചെയ്തിട്ട് തിരിച്ച് എക്സാം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് തന്നെ റീസെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. 20 സെക്കൻഡ് പോയാലും കുഴപ്പമില്ല, ബാക്കി 3 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് നമുക്ക് മാക്സിമം സ്കോർ ഉണ്ടാക്കിയെടുക്കാനും കഴിയണം. അതുപോലെ തന്നെയാണ് അവസാനം വരെ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. ഇതെന്താണ്, ഇത് ഇന്ത്യയിലെ തന്നെ ടഫസ്റ്റ് എക്സാം ആണ്, ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന പരീക്ഷയാണ്. അപ്പോൾ അത് ഈസി ആകുന്ന പ്രതീക്ഷയോടുകൂടി പോവുകയും ചെയ്യരുത്. പകരം ഒരു ടഫ് എക്സാം ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതിൽ 3 മണിക്കൂറിൽ ഓരോ മിനിറ്റും 180 മിനിറ്റ്സ് തീരുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, ഫൈറ്റ് ചെയ്യണം, നിർത്തരുത്. ലാസ്റ്റ് എക്സാം എൻഡ് ചെയ്യുന്നത് വരെ കിട്ടാത്ത ക്വസ്റ്റ്യൻ്റെ മേലെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അണ്ടർസ്റ്റുഡ്? അതുപോലെ തന്നെ എസ്പെഷ്യലി മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസറിലൊക്കെ പാർഷ്യൽ മാർക്കിംഗ് ഉണ്ട്. മുഴുവൻ ചെയ്യാൻ സമയമില്ലെങ്കിൽ ഏതെങ്കിലും 1-2 ഓപ്ഷൻ ശരിയാണെന്നോ കൺഫേംഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ടിക്ക് ചെയ്ത് പോവാം. മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസറിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും റാൻഡം ഗസ് ചെയ്യാൻ പാടില്ല. തെറ്റിക്കഴിഞ്ഞാൽ -2 മാർക്കാണ് യൂഷ്വലി നെഗറ്റീവായിട്ട് വരാറുള്ളത്. എൻ്റെ അവസാനമായിട്ട് പറയാനുള്ളത്, എക്സാം എഴുതുമ്പോൾ നമ്മുടെ മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നമ്മുടെ മനസ്സിലുള്ളത്? ഇതൊരു ടഫ് എക്സാം ആണ്, എന്നെ കൊണ്ട് ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണോ? അതല്ല, ഇതൊരു ടഫ് എക്സാം ആണ്, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു 60%, 70% മാർക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന ഒരാളാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു 1000-ൻ്റെ ഉള്ളിൽ റാങ്ക് വരണം, അല്ലെങ്കിൽ 500-ൻ്റെ ഉള്ളിൽ റാങ്ക് വരണം, അങ്ങനത്തെ ഡ്രീമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൊണ്ട് അത്രയും അധികം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ പ്രീവിയസ്ലി മോക്ക് എക്സാമിനേഷൻസ് എഴുതിയ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ഒരു ടാർഗറ്റ് എന്താണെന്നുള്ളത് ഏകദേശം റിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാവർക്കും കൂടെ ടോപ്പ് 10-ൽ കയറാൻ കഴിയില്ല. റിയലിസ്റ്റിക് ആയിട്ടുള്ള നിങ്ങളുടെ ടാർഗറ്റ് എത്രയാണെന്നുള്ളത് കഴിഞ്ഞൊരു 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ആ ടാർഗറ്റിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മണിക്കൂർ രാവിലെയും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കൂറും ഫുൾ സമയം നല്ല മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡ് കൂടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പിയർ ചെയ്യണം. അപ്പോൾ ഇതിൽ ആദ്യമേ മനസ്സിലുണ്ടാകും, ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നിങ്ങൾ വളരെ ഈസിലി, ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ 51 ക്വസ്റ്റ്യൻസ് ആണ്, 17x3 51 ക്വസ്റ്റ്യൻസ് ആണ് അഡ്വാൻസ് എക്സാമിൻ്റെ പേപ്പറിൽ ഉണ്ടെന്ന് വിചാരിക്കാം. അതിലൊരു 10 ക്വസ്റ്റ്യൻസ് വളരെ ടഫായിരിക്കും, ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ സമയം കിട്ടില്ല. അതായത് ആ 10 ക്വസ്റ്റ്യൻസ് മാറ്റി വെച്ചാൽ തന്നെ ബാക്കി 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 50-ൽ 40 എന്ന് പറയുമ്പോൾ തന്നെ 80% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആ 40 എണ്ണം. ഈ 40 എണ്ണം 3 മണിക്കൂർ നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്താൽ നമുക്ക് ആക്ച്വലി ഓരോ ക്വസ്റ്റ്യനും 4 മിനിറ്റ് പ്ലസ് കിട്ടും. അണ്ടർസ്റ്റുഡ്? ടഫായിട്ടുള്ള ഒരു 10 എണ്ണം മാറ്റി നിർത്തിയിട്ട് അത് വായിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളുന്നില്ല. ബാക്കി 40 എണ്ണത്തിൽ 3 മണിക്കൂർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ നോളജും പ്രോബ്ലം സോൾവിങ് സ്കില്ലും പ്രാക്ടീസും മാത്രമല്ല, നമ്മുടെ ഒരു കോൺഫിഡൻസും, അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ റെസ്റ്റ് എത്രത്തോളം ഉണ്ട്, തലേ ദിവസത്തെ സ്ലീപ്പ് പ്രോപ്പർ ആയിരിക്കണം, നേരം വൈകി ഉറങ്ങാനൊന്നും പാടില്ല തലേ ദിവസം. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രഷ്നെസ്, ഫോക്കസ്, ഇതെല്ലാം ആ ഒരു ദിവസത്തെ നമ്മുടെ പെർഫോമൻസ് ആണ് ശരിക്കും എക്സാമിൻ്റെ റിസൾട്ട്. അല്ലാതെ നിങ്ങളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല നോളജുള്ള സ്റ്റുഡൻറ്റ് അന്നത്തെ ഒരു ദിവസം സ്ട്രെസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ റീസൺസ് കൊണ്ടോ മാർക്ക് കുറഞ്ഞ ഒരുപാട് കേസസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മോക്ക് എക്സാമിനേഷൻസിൽ നിന്നും അത്ര റാങ്ക് വരാറില്ല, പക്ഷേ
അന്നത്തെ ആ ഒരു ദിവസത്തെ പെർഫോമൻസ് അടിപൊളി ആയതുകൊണ്ട് നല്ല റാങ്കിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയി എത്തിയ ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡേ, നാളത്തെ ഡേ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വളരെ ഹാപ്പി ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഏറ്റവും പീസ്ഫുൾ മൈൻഡോട് കൂടിയിട്ട് തന്നെ എല്ലാവരും എക്സാം എഴുതാൻ പോകാൻ വേണ്ടി ശ്രമിക്കാം. യൂഷ്വലി അഡ്വാൻസ്ഡ് എക്സാം എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ സർപ്രൈസസ് നമുക്ക് തരാറുണ്ട്. അത് ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽട്ടി ലെവലിലോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലോ പാറ്റേണിലോ ഒക്കെ ആവാം. ഈ 2024 പക്ഷേ പ്രത്യേകിച്ച് ഒരു സർപ്രൈസസും ഇല്ലാത്തൊരു നോർമൽ പേപ്പർ ആയിരുന്നു. അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും സ്കോർ ചെയ്തൊരു പേപ്പറും കൂടിയായിരുന്നു 2024 അഡ്വാൻസ്ഡ് എക്സാം. ഈ വർഷം ചിലപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ കൂടിയേക്കാം, ക്വസ്റ്റ്യൻസിന്റെ നമ്പറിൽ ചേഞ്ച് വന്നേക്കാം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടൈപ്പ് ആൻഡ് പാറ്റേണിൽ മാറ്റം വന്നേക്കാം. ഈ എന്ത് സർപ്രൈസ് വേണമെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്ത്, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നാളെ പോയിട്ട് നിങ്ങളുടെ മാക്സിമം പെർഫോമൻസ് പുറത്തെടുക്കാൻ ശ്രമിക്കാം. ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികൾ സ്വപ്നം കാണുന്ന ഇന്ത്യയിലെ IITs എന്ന് പറയുന്ന ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എത്താൻ അഡ്വാൻസ്ഡ് ആസ്പിറൻസ് ആയിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഓൾ ദി ബെസ്റ്റ് നേരുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 17,000-ഓളം സീറ്റുകളാണ് IIT-ലുള്ളത്. അതിൽ 1,80,000-ഓളം കുട്ടികളാണ് എല്ലാ വർഷവും ഈ പറയുന്ന എക്സാം ആക്ച്വലി പോയിട്ട് അറ്റൻഡ് ചെയ്യാറുള്ളത്. 2 ലക്ഷം കുട്ടികൾ ക്വാളിഫൈഡ് ആവാറുണ്ട്, പക്ഷേ അതിലൊരു 70,000-ഓളം ആളുകൾ എഴുതാറില്ല പരീക്ഷ. സോ ആ 1,80,000-ഓളം ആളുകളാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ. അതിലെ ഒരു ടോപ്പ് 5,000-ലോ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000-ന്റെ ഉള്ളിലെങ്കിലും എത്താൻ വേണ്ടി ശ്രമിച്ചാലാണ് നമുക്ക് Tier 1 അല്ലെങ്കിൽ Tier 2 IITs-ലെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കാം, ജോയിൻ ചെയ്യാൻ സാധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. പണ്ട് ഇതുപോലത്തെ ഒരു എക്സാമിന് പോയത്, അഡ്വാൻസ്ഡ് എക്സാം, അന്ന് IIT JEE എന്നായിരുന്നു പേര്. ആ ദിവസം ആക്ച്വലി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് എന്ത് ചാലഞ്ച് വന്നാലും 6 മണിക്കൂർ നിങ്ങളുടെ മാക്സിമം നിങ്ങൾ പുറത്തെടുക്കും. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, നാളെ രാവിലെ സമയമൊന്നും തെറ്റാതെ നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് യാത്രയൊക്കെ ചെയ്ത് എക്സാം ഹാളിൽ എത്തുക. ഓൾ ദി ബെസ്റ്റ്. ഒന്നും കൂടെ പറയുന്ന XNY യൂണിവേഴ്സൽ JEEയുടെ ഫാക്കൽറ്റി ടീമിന്റെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും IIT ആസ്പിറൻസിന് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.